ഉണ്ടാക്കുന്നത് ഒരു മിഡിൽ ഈസ്റ്റ് ട്രഡീഷണൽ ഡിഷായ കുനാഫയാണ്. കുനാഫ ബേസിക്കലി ചീസ് കുനാഫയും ഉണ്ട്, ക്രീം കുനാഫയും ഉണ്ട്. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്ന ക്രീം കുനാഫയാണ്. ഇനി നമുക്ക് കുനാഫ ഡോ റെഡിയാക്കാം. ഇത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം ആണ്. ഇപ്പം നമുക്ക് ഫുൾ 500 ഗ്രാമും വേണ്ട. ഞാനിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം, അതായത് 1/4 ഭാഗത്തോളം കുനാഫ ഡോ എടുക്കുന്നുണ്ട്. കുനാഫയുടെ ഡോ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാർ യൂസ് ചെയ്ത് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. പക്ഷേ മിക്സിയുടെ ജാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് നല്ല പൊടിയായി പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനിത് സിസേഴ്സ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ത്രെഡ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനിത് നല്ലോണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ത്രെഡ്സ് ഒന്നും ഇല്ലാതെ എല്ലാം ഷോർട്ട് ത്രെഡ്സ് ആക്കിയിട്ടുണ്ട്, ചെറിയ ത്രെഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പർപ്പസ് എന്ന് പറയുന്നത് കുനാഫ ഡോവിൻ്റെ വലിയ ത്രെഡ്സ് എല്ലാം ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഫൈനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ചെറിയ പീസസ് ആക്കിയാൽ മതി. ഒരു 400 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഞാൻ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഡോ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ബട്ടറും ഈ ഡോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ കുനാഫ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നനവ് ചിലപ്പോൾ കുനാഫ ഡോയിൽ വരും. അതായത് ക്രീമോ ചീസോ, നമ്മളിപ്പോൾ ക്രീം കുനാഫയുണ്ട്, ചീസ് കുനാഫയുണ്ട്. അപ്പം ക്രീമിൻ്റെ ആയാലും ചീസിൻ്റെ ആയാലും ഒരു നനവ് നമ്മൾ കുനാഫ സെറ്റ് ചെയ്യുമ്പോൾ വരും. കുനാഫ കുക്ക് ചെയ്യുന്ന സമയത്ത് കുനാഫയുടെ ഡോ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്ക് ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാം. ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 പീസ് ക്രീം ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്രീം ചീസ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്രീമിനൊരു നല്ലൊരു ഫ്ലേവറും ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. റെയിൻബോയുടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ആ റെയിൻബോയുടെ ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലെയിമിലേക്ക് വെക്കേണ്ടത്. കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ്ചർ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്രീം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ ഈക്വൽ എമൗണ്ടിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം. ഒരു പീസ് സിനമൺ സ്റ്റിക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവണ്ട. ഇതൊരു ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്സ് നല്ലോണം ബോയിൽ ചെയ്തെടുത്താൽ മതി.
നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്തു. വാനില എസൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. നാരങ്ങ നീര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഡ്രോപ്പ് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ്സ് ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാം. കുനാഫ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുനാഫ ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത കുനാഫയുടെ ഡോ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഈവൻ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. കൈ വെച്ച് തന്നെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്സ് ഒന്നും കാണാതെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്രീം ഒഴിക്കുമ്പോഴത്തേക്കും ക്രീം ഇതിൻ്റെ ഇടയിൽ കൂടി താഴെ പോയിട്ട് അവിടെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ ഫുൾ ഫില്ല് ചെയ്തിട്ട് കുനാഫയുടെ ഡോ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുനാഫയുടെ ബോട്ടം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്രീം കുനാഫയാണ്. അപ്പോൾ ക്രീം മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ഒരു ചീസിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ മൊസറല്ല ചീസ്. ഇനി നമുക്ക് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ക്രീം അവിടെ ഇരുന്ന് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സൈഡ്സിലോട്ടൊന്നും പോവാതെ ശ്രദ്ധിക്കണം. സൈഡ്സിലോട്ട് പോയാൽ അവിടെ ഇരുന്നത് കരിയും. മിഡിലിൽ മാത്രമാണ് ഞാൻ ക്രീം ഇടുന്നത്. ബാക്കിയിരിക്കുന്ന കുനാഫ ഡോ യൂസ് ചെയ്ത് നമുക്ക് ടോപ്പ് ലെയർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്യണം. കൈ വെച്ച് ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുനാഫ ഉണ്ടാക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഡോ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഷോപ്സിലാണെങ്കിൽ നമ്മൾ ഫ്രോസൺ സെക്ഷനിലാണ് കുനാഫ ഡോ ഉണ്ടാവുന്നത്. അപ്പം കുനാഫയുടെ ഡോ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഫൈൻ ത്രെഡ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂഡിൽസിൻ്റെയും അല്ലെങ്കിൽ സേമിയയുടെക്കാളും വളരെ തിന്നായിട്ടുള്ള ത്രെഡ്സ് ആണ് കുനാഫ ഡോ. ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഹോം മെയ്ഡ് കുനാഫ ഡോ യൂസ് ചെയ്താൽ നമുക്ക് ഇതേപോലെ തന്നെ ടെക്സ്ചർ എല്ലാം കിട്ടും. ഇനി നമുക്ക് കുനാഫ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതുപോലൊരു പാൻ വെച്ചിട്ടാണ് ബൗള് വെക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാൻ വെക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം അടിച്ചാൽ കുനാഫയുടെ നടുക്ക് മാത്രം കരിഞ്ഞു പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാൻ വെച്ചിട്ട് ബൗള് വെക്കുന്നത്. 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം സൈഡ്സൊക്കെ കുനാഫയുടെ സൈഡ്സൊക്കെ ബൗളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറും ആയിട്ടുണ്ട്. അപ്പം കുനാഫയുടെ ബോട്ടം ലെയറും ആ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അപ്സൈഡ് ഡൗൺ എടുക്കാം. ഇങ്ങനെ അപ്സൈഡ് ഡൗൺ എടുക്കുമ്പോൾ സ്ലോലി നമ്മൾ അപ്സൈഡ് ഡൗൺ എടുക്കണം. അപ്പോൾ ഉള്ളിൽ ക്രീം ആയതുകൊണ്ട് ചിലപ്പം അതിൻ്റെ ഷേപ്പ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് നമുക്ക് കുനാഫ ഒരു 2-3 മിനിറ്റ്സും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുനാഫ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫയെ
ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുനാഫ കുക്കായിട്ടുണ്ട്. ബോട്ടം എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഫുഡ് കളർ ആഡ് ചെയ്യുവാണെങ്കിൽ ശരിക്കും കുനാഫയ്ക്ക് ഒരു ഓറഞ്ച് കളർ തന്നെ കിട്ടും. ഞാനിവിടെ ഫുഡ് കളറായി യൂസ് ചെയ്തിട്ടില്ല. ഫുഡ് കളർ യൂസ് ചെയ്യാതെ നമ്മൾ കുനാഫ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറാണ് ആവുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ് ശരിക്കും നമ്മൾ സെർവ് ചെയ്യാൻ നേരത്താണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷോപ്സിലൊക്കെ കുനാഫ ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് ആ ബൗളിൻ്റെ കുനാഫയുടെ ഷേപ്പിൽ തന്നെയുള്ള പാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കുനാഫ സെറ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനത്തെ പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ പാൻ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഫ്ലെയിമിലോട്ട് വെച്ചിട്ടാണ് കുനാഫ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ ബൗളിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫ്രെയിം പാൻ യൂസ് ചെയ്തിട്ടാണ് കുനാഫ പ്രിപ്പയർ ചെയ്തത്. ഇനി നമുക്ക് കുനാഫ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ക്രസ്റ്റും ബോട്ടവും നല്ല തിക്കാണ്, ഉള്ളിൽ ക്രീമുമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. കുനാഫ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കുനാഫയുടെ ഉള്ളിൽ. ഇപ്പോൾ കുനാഫയുടെ സൈഡ്സ് എല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ക്രീം കാണുന്നുണ്ട്. ടോപ്പും ബോട്ടവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രസ്റ്റാണ്. നല്ല എമ്മി ഡിഷാണിത്. ഞാനിപ്പോൾ ഓൾറെഡി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി യൂസ് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മുതിർല ചീസും കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നല്ലൊരു ക്രീമി, എടുക്കുമ്പോൾ നല്ലൊരു ചീസി ടെക്സ്ചർ കാണുന്ന. ചൂടോടുകൂടി കുനാഫ കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി കുനാഫ തണുത്ത് പോയാൽ സെർവ് ചെയ്യാൻ നേരത്ത് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം.